ഹായ്. ചുറ്റും ആളുകളൊക്കെ ഭയങ്കര സ്ട്രെസ്ഡാണ്. എക്സാം വരാൻ പോവാണ്. നമ്മുടെ ക്രൂഷ്യലായിട്ടൊരു പരീക്ഷയാണുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയായിരിക്കും നമ്മുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം പഠിച്ചാലും അൾട്ടിമേറ്റ്ലി ആ സിംഗിൾ ഡേയിലാണ് നമ്മുടെ പെർഫോമൻസ് മുഴുവൻ പുറത്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പരീക്ഷാ ഹാളിലേക്ക് പോകണം. അപ്പോൾ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം എന്താണെന്നറിയോ? ടോക്ക് ടു പീപ്പിൾ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ചുറ്റുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആരാണ്? നമ്മുടെ ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി ഉണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും. ആരാണോ നമ്മുടെ തൊട്ടടുത്തുള്ളത് അവരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്രയും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ബാക്കിയുണ്ട്, പക്ഷേ ഈ പഠിച്ചതൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് പാരൻസിൻ്റെ അടുത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, അവരിൽ നിന്ന് ചെറിയൊരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് വാക്കുകളൊക്കെ കിട്ടും. നമുക്കത് മതി. നമ്മുടെ ആ സ്ട്രെസ് റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയൊരു റിലീഫ് കിട്ടാനോ ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ മാത്രം മതി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫൈൻഡ് പീപ്പിൾ അറൗണ്ട് യു ആൻഡ് ടോക്ക് ടു ദം ആൻഡ് സ്റ്റേ ഹാപ്പി. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എക്സാം ഡേയിൽ നമ്മുടെ പെർഫോമൻസ് പുറത്തെടുക്കാനുള്ളതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.